ഹായ് ഗായ്സ്, അഖില ഗ്ലാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഗുജർവാടി വാട്ടർഫാൾസ് അവിടെയാണ് പ്ലാൻ ചെയ്തത്. അവിടെ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് വീൽ ചെയർ അവിടെ ഇറങ്ങുമോ ഒന്നും അറിയില്ല. അപ്പോൾ പോയിട്ട് നോക്കണം. അവിടെ പറ്റിയില്ലേ വേറെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പ്ലാൻ ഇട്ടൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുണ്ട്. ഇതിനു മുന്നേ എമ്പുരാൻ മൂവി കാണാൻ പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, നവനീത് സാറാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഇതാണ് നമ്മുടെ സ്വന്തം നവനീത് സാറ്. നിനക്കൊന്നും പറയല്ല. ഇന്ന് വേറെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളെ മൂന്നാള് ഇതിന് മുന്നേ വീഡിയോയിൽ കണ്ടതാണ്. ഇന്ന് കാണാത്ത ഒരു ഗസ്റ്റിനെ ഞാൻ കാണിച്ചു തരാം. ഇത് നവനീത് സാറിന്റെ വൈഫാണ്. ചേച്ചി പേരെന്തായിരുന്നു? അപ്പോ ചേച്ചി 2 ദിവസം കഴിഞ്ഞാൽ പോകുന്നാണ് പറയുന്നത്, ശനിയാഴ്ച. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങളൊന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്, ഒന്നിച്ച് ഒന്ന് പോയി വരാന്ന്. അപ്പൊ ഇപ്പൊ കാറ് കയറിയപ്പോഴാണ് ഞങ്ങൾ ഈ ഗുജർവാടി വാട്ടർഫാള് പ്ലാൻ ചെയ്തത്. അപ്പൊ ഒന്ന് പോയി വരാന്ന് കരുതി. ബാക്കി വീഡിയോ വഴിയെ വരും. ഐ ലവ് പൂനെ എന്ന് കാണാം നമുക്കിവിടെ. അപ്പം പൂനെൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഞങ്ങളങ്ങനെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടൊന്നും കണ്ടിട്ട് എനിക്ക് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫോട്ടോസായിട്ട് ഒരു ബന്ധവും തോന്നുന്നില്ല. അവിടെ തന്നെയാണ് വാട്ടർഫാൾസ്. ഇവിടെ വാട്ടർഫാള് പോയിട്ട് വെള്ളം പോയിട്ട് അപ്പോൾ ഞങ്ങളെ പ്ലാന് ഒന്ന് ചെറുതായിട്ട് ഇത് പണി പാളിയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിൽ ഫുള്ള് പച്ചപ്പായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇല പോലും എനിക്ക് പച്ച മര്യാദയ്ക്ക് കാണുന്നില്ല. നിന്റെ കണ്ണിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഏതാ സാറ് എന്തിനു പോവാ തിരിക്കി? അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ നവനീത് സാർ ഇപ്പോഴും കോൺഫിഡൻസിലാണ്. നമ്മൾ വന്നത് വെറുതെ ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിയുണ്ട്. ഹാരി വൈഫ് ഉണ്ട്. സാർ എന്തിനു പോവാ? ഒരു മനുഷ്യജീവിയും കൂടെ ഇല്ലല്ലോ. അല്ലാണ്ട് പിന്നെ ഇത് എന്തോന്ന് എന്ത് നോക്കേ. ഇത് ഞങ്ങളവിടെ നാട്ടിലൊരു പൊൻപറക്കുന്നുണ്ട്. ഇതിലും ഭേദം അതായിരുന്നു. അവിടെ പൊൻപറക്കുന്ന് പോണ്. അവിടെ പോയിണ്ടാ? കേറിണ്ടാ? ഞങ്ങളെ വീടിന്റെ തൊട്ടപ്പുറത്താ. എടാ നിനക്ക് വയ്യേ? ഇവിടെ ഏടെ വാട്ടർഫാള്? അപ്പൊ ഗായ്സ്, ഞാൻ എല്ലാവരോടും പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. വാട്ടർഫാളിലേക്ക് പോവാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ മനസ്സിലായി ഞങ്ങൾ എത്തിയത് ഇവിടെ വാട്ടർഫാളിലൊന്നല്ല, അവിടെ ടാങ്കിൽ വെള്ളറ്റുണ്ട്. അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത ഇത് ഫോട്ടോയൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്കും കാണിച്ചു തരാം. എന്റെ തെറ്റല്ല, അതിൽ കാണിച്ചത് ഗുജർവാടി വാട്ടർഫാൾ നന്നായി വെള്ളം വരുന്നതും പിന്നെ പച്ചപ്പും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കൺസെപ്റ്റേ മാറി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ തിരിച്ചു പോവുകയാണ്. നവനീത് സാർ ഇപ്പോഴും വണ്ടി തിരിച്ചു വളയ്ക്കുന്നില്ല. സാർ അവിടെ ചോദിക്കാൻ പോയതാണ്. ഇനി ഞങ്ങൾ വേറെ ഒരു സ്ഥലം പ്ലാൻ ചെയ്യണം. ഇവിടെ ഒരു രക്ഷയില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നടക്കൂല എന്ന് തന്നെയാണ്. സാറിൻ്റെ വരവ് കണ്ടാലേ അറിയാം, സങ്കടത്തോടുള്ള വരവാണ്. അപ്പോൾ ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേശ്പാണ്ഡെ ഗാർഡൻ. ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാണ്. അതൊരു അടിപൊളി ഗാർഡനാണ്. അപ്പോൾ ഇത് അവിടെ ചെന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ ദേശ്പാണ്ഡെ ഗാർഡനിലെത്തി. അവിടേക്ക് എൻട്രി ചെയ്യാണ്. എന്തായാലും നേരത്തെ പോയ സ്ഥലത്തെ പോലെ ആവില്ല, കാരണം ഇവിടെ ചുറ്റുപാടൊക്കെ കണ്ടാലേ അറിയാം. ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒന്നിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചുറ്റിക്കറങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരിത് കാറിൽ കയറുമ്പം തന്നെ ഒരിത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് പാനിപ്പൂരിയും ഇതൊക്കെ ഉണ്ട്. ഇവളുടെ മെയിൻ ഫേവറേറ്റ് സാധനമാണ് പാനിപ്പൂരി. ഇത് എവിടെ നിന്ന് കണ്ടാലും വേണമെന്ന് പറയും. എനിക്കിഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഇവളെ എവിടെ കണ്ടാലും അതങ്ങനെ വെറുതെ വിടാറില്ല.
ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഒരാൾക്ക് 5 രൂപയല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതാ ഞങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് ആയ കാര്യം ഇവിടെ നിന്നാണ് നടന്നത്. അതായത് ലാലേട്ടനെ കണ്ടത് ഞങ്ങൾ ഒരിക്കലും തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ ഇത്രയും നേരമുള്ള പോക്കും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ അവിടെ വെച്ച് ലാലേട്ടൻ കാണുന്നൊക്കെ. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹൃദയപൂർവ്വം മൂവി ലൊക്കേഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കാര്യം അറിയേയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പുറത്ത് സാറ് ഈ കാരവനൊക്കെ കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങേരോട് ചോദിച്ചപ്പോഴാണ് ഉള്ളിൽ ലാലേട്ടനാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി എനിക്കൊന്ന് കാണണം. അപ്പോൾ അങ്ങേര് തീരെ വിടുന്നില്ല. ആർമിയാന്ന് വരെ പറഞ്ഞിട്ടും എന്നെ കയറ്റി വിടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ലാലേട്ടൻ നടന്ന് വരുന്ന വഴിയിൽ വെച്ചിട്ട് ഞാൻ പിടിച്ച് നിർത്തി. ലാലേട്ടാന്ന് വിളിച്ച് മുന്നിലേക്ക് ചാടി വീണിട്ട് ഇതാ ഒരു ഫോട്ടോ എടുത്തതാണ് ലാലേട്ടൻ്റെ കൂടെ. ഒത്തിരി സംസാരിക്കാൻ പറ്റി. അതിനോട് കൂടെ തന്നെ ലാലേട്ടൻ മാത്രമല്ല, ഇതാ അവിടെ നമ്മുടെ സംഗീത് അമൽ ദേവിസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ സത്യനന്ദിക്കാട് സാറിനെ കാണാൻ പറ്റി. സാറിനോട് പോയിട്ട് കുറേ സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് ആ കണ്ട സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. ഞങ്ങൾക്ക് ഈ ട്രിപ്പ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ ട്രിപ്പ് ഞങ്ങൾ മറക്കില്ല. കാരണം നേരത്തെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കണ്ടില്ലേ, ഞാൻ ആ വാട്ടർഫാളിലൊക്കെ പോയിട്ട് അവിടുന്ന് ഒത്തിരി സങ്കടമായിപ്പോയി. അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ പോയി. പക്ഷെ അതെന്തോ ഒരു നിമിത്തമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പോയിട്ട് അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നില്ലേ. അവിടെ അത് നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിന്ന് അവിടെ പോയിട്ട് നേരെ തിരിച്ചു പോവുമായിരുന്നു, ഇവിടെ വരികയില്ലായിരുന്നു. അപ്പോൾ എന്തോ ഒരു നിമിത്തം കൊണ്ട് തന്നെയാണ് അവിടുന്ന് അങ്ങനെ ആയിത്തീർന്നതും തിരിച്ച് ഇവിടെ വരാനും ഞങ്ങൾ പ്ലാൻ ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിയതും ഒക്കെ എന്തൊരു നിമിത്തം പോലെയാണ്. അപ്പോൾ ലാലേട്ടനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെന്നല്ല, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അത്രയും സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലും കരുതില്ല ലാലേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ലാലേട്ടനെ കണ്ട ഷോക്കിലായിരുന്നു കുറേ നേരം. അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു സംസാരം. ഞങ്ങളിവിടെ വന്ന് അതായത് ഈ ഗാർഡൻ എൻജോയ് ചെയ്യാൻ വന്നതായിരുന്നു. അത് തന്നെ ഞങ്ങൾ മറന്നുപോയി ലാലേട്ടനെ കണ്ട ഇതിൽ. അപ്പോൾ അതൊക്കെ വിട്ട് ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ അടിച്ചു പൊളിക്കാൻ തുടങ്ങി.